നടക്കാട് ഓടല്ല ഓടല്ലേ എങ്ങനെ അങ്ങനെ ഓടിലാടെ ആടില്ല ഓടേ ഇത് പിടിച്ചിട്ട് നിക്കണ്ടേ ഒരു ജലദോഷം ഉണ്ടെന്ന് തോന്നുന്നു. ആ നടക്കാട് ഇതേ നടക്കൂത്തേ സാറേ ഇന്ന് ഞങ്ങൾ ലൈനിൽ പോയപ്പോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ട്രാൻസ്ഫോർമർ എല്ലാം കിടന്നു കിട്ടിയാ? ട്രാൻസ്ഫോമർ ഒന്നുമല്ല, ആട്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പുതിയ ആഡ് ഇറങ്ങി, വൈദ്യുതി ഉപഭോഗം കുറയ്ക്കൂ, അതല്ലേ? അതല്ല സാറേ, പിന്നെ ആട്. ആട് എങ്ങനെ? ഞങ്ങള് പിന്നെ നമ്മുടെ ആ കവല ഉണ്ടല്ലോ, ആ കവലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അവിടെ ഒരു ആടിനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടലുണ്ട്. അപ്പൊ അത് ആരാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരാൾ ഇതിന് ഉടമസ്ഥരില്ല. അപ്പൊ ഇന്നിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് എന്ന് നോക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇതൊരു കള്ളുടിയന്റെ ആടാണ്. അങ്ങനെ കള്ളുടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ആടിനെ ഈ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കെട്ടും. കള്ളുടി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫിറ്റൊക്കെ ഇറങ്ങി പോകുമ്പോ ഈ ആടിനെ കെട്ടഴിച്ചോണ്ട് പോകുത്രേ. ഇതാണ് പതിവ്. അതുകൊള്ളാല്ലേ, ഈ കള്ളുടിച്ച് ഫിറ്റ് ആകുമ്പോ ഇയാൾക്ക് ഇത് തൊഴുത്തായിട്ട് തോന്നി നമ്മുടെ ട്രാൻസ്ഫോമർ. അല്ല എടാ, പറഞ്ഞിട്ടും കാര്യമില്ല. അത് തന്നെയല്ലേ 3-4 തവണ ഞങ്ങൾ ഇതിനെ കണ്ടിട്ട് അഴിച്ചു വിട്ടതാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിച്ച് തരാ ചെയ്തത്. ഈ ആടിങ്ങനെ തലയെത്തിയിട്ട് ഫീസുമായിട്ട് നക്കേണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരില്ല കണ്ടിട്ട്. അതെ കറണ്ട് പോകും. കറണ്ട് പോകും. പിന്നെ ഇത് ചത്ത് കഴിഞ്ഞാൽ നമ്മൾ വല്ലതും സമാനം പറയേണ്ടി വരും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനങ്ങ് അഴിച്ചോണ്ട് പോകുന്നു. അത് നന്നായി. അതിരിക്കട്ടെ, ഇത് കറവയുള്ള ഒരു പാലുള്ളതാണ്. കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതേ പുറത്ത് സാറൊന്നും നോക്കി. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കായിരുന്നു. നാട്ടിൻ പാലിൽ ചായ കുടിച്ചിട്ട് ദിവസം നല്ല 1-ാം നമ്പർ മുട്ടനാടാ സാറേ. ഇതെങ്ങനെ മുട്ടനാടാവുന്നത്? ഇത് പെണ്ണാടല്ലേ? അതല്ലാതെ നല്ല മുഴുത്താടാണെന്ന്. കള്ളുടിയാണെങ്കിലും നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ലോണം നോക്കണാടാണ്. അതെ, അയാൾ കള്ളു കുടിച്ച് കിടക്കുന്നോണ്ട് ഇത് തനിയെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുന്ന ശല്യപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോലീസുകാരൻ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടുന്ന പ്രാഥമിക സൗകര്യങ്ങൾ, ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടത് പോലീസുകാരുടെ ചുമതലയാണ്. അതുപോലെ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് ആടിനെ. ഇതിന് വേണ്ടുന്ന തീറ്റ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തോണം. എന്തായാലും ഞാൻ പെട്ടാ പിണ്ണാക്കുള്ള പൈസ സാറ് തരൂട്ടാ. അല്ല, അത് ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ വകുപ്പില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യം, കയ്യിൽ പൈസ അല്ല സാറേ. ഇത് ഇന്ന് തന്നെ ആള് വന്നില്ല എങ്കിൽ രാത്രിയിൽ ഇവിടെ കെട്ടിയിട്ട് പോകുന്നത് സുരക്ഷിതമല്ല. അല്ല, അപ്പൊ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് വാസൽ കൊണ്ടു. അയ്യോ, ഞാൻ കൊണ്ടുപോകില്ല. അല്ലേ തന്നെ വീട്ടിൽ പെര നിറച്ച ആടാണ്. അതിനൊക്കെ വിൽക്കാൻ പറഞ്ഞിട്ട് അവള് ബഹളമാണ്. അല്ലാതെ പിന്നെ ആര് കൊണ്ടുപോടാ? അത് കൊണ്ടോട്ടേന്ന്. സാറിനല്ലേ എന്റെ ചുമതല. ആടിന്റെ ചുമതലയല്ലേ എനിക്ക്, ഓഫീസിന്റെ ചുമതലയേ ഉള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുപോകില്ല. നിങ്ങൾ ഏതെങ്കിലും ആടിനെ പൂച്ചയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ ചുമതല എനിക്കാണെന്ന് പറഞ്ഞാൽ? അല്ല, പിന്നെ എന്ത് ചെയ്യും സാറേ, ഇവിടെ കെട്ടാൻ പറ്റില്ല. കനം കൊണ്ടുപോയി. ഞാനെങ്ങനെ, എന്റെ വീട്ടിൽ എല്ലാ സൗകര്യം ഇല്ലല്ലോ. ചേട്ടാ, ഇതിന് ഇത്ര സൗകര്യം ഒന്നും വേണ്ട. ഒരു തൂണെ പിടിച്ചാണ് കെട്ടിയിട്ട് വെച്ചാൽ പിന്നെ ഒരു ഇത്തിരി കാടിയും കൊടുക്കണം, 1-2 പഴത്തൂലി. രാവിലെ നീ കൊണ്ടുവരി. ഇതിന് പ്രത്യേകിച്ച് കട്ടിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കെട്ടുന്ന പറഞ്ഞാൽ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്. വേറെ ആരെങ്കിലും അഴിച്ചോണ്ട് പോവാം. പിന്നെ അതിന് സമാനം പറയണ്ടേ. സാർ ഒരു ഓർഡർ അങ്ങോട്ട് ഇട്ടോ, കനകം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവനെ ചാടിക്കേറി അയച്ചത്. ഇല്ല, ആളുകൾ ഇങ്ങനെ കംപ്ലൈന്റ് പറയുമ്പോ പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അല്ലാതെ ചെയ്തത് നല്ല കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഭവിഷ്യത്തുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കണം. വെയിറ്റ് ചെയ്യാം സാറേ, വെയിറ്റ് ചെയ്യാൻ വരട്ടെ. അതെ, മറ്റേ നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലേ ശാലു, ഒരിത്തിരി കാടി കലക്കി കൊടുക്കാൻ. കാടിയായിട്ടാണ് വരുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ ബോർഡിന്. വെറുതെ ഇരിക്കുന്ന കാലത്ത് ഒന്നും. എവിടെ പോയി കിടക്കാന്ന് എനിക്ക് മനസ്സിലാകാതെ. ഒന്നും വിളിച്ചു പറയാൻ പാടില്ലേ? സമാധാനം തരില്ല. അങ്ങോട്ട് നടക്കാടെ. എന്താ കണ്ടോടെ പിടിച്ചേ? ഇത് എവിടുന്നാന്ന്? വാങ്ങി. ജെല്ല് തുറക്ക്. അതവിടെ കെട്ടണ്ടേ? ഇത് എന്നോട് പറയുന്നത് വാങ്ങി എന്തിനാ? കിടക്കട്ടടി, പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടല്ലേ. ഏട്ടാ, സത്യം പറയാ, എവിടുന്നാ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പൊന്നു മോളെ. എവിടുന്നാന്ന് പറ. ഇതേ KSEBയുടെ മറ്റേ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചങ്ങാതി. അപ്പൊ അതിനെ അഴിച്ചോണ്ട് പോകാ. അയാളോട് പറയാതെയാ? അയാളോട് എന്താ പറയണത്? അതിന്റെ മുകളിലൊന്നും കെട്ടാൻ പാടില്ല. കഷ്ടോണ്ടേട്ടാ, അയാള് വിഷമിക്കൂലേ? അയാള് വിഷമിക്കണം, അയാള് വരട്ടെ. അയാള് വന്നു കഴിയുമ്പോ ഈ ആടിനെ കൊടുക്കും. എന്നിട്ട് പഴ അടച്ചു കഴിഞ്ഞാൽ വേണം ആടിനെ കൊണ്ടുപോകാം. ദൈവമേ, അതിന് വിശക്കുണ്ട് തോന്നണ പാവം.
ഇതൊരു കാര്യം ഞാൻ കുറച്ച് വെള്ളം കൊടുക്കണം കേട്ടോ. എന്റെ ഏട്ട ഇത് മിണ്ടാപ്രാണി ആയതുകൊണ്ട് ഏട്ടനോടൊന്നും പറയാത്ത അതിന് അതിന്റെ വീട്ടിൽ പോണോന്നുണ്ടാവൂലേ? നീ ആ ഇലയാണ് കൊടുക്ക്. ഇലയൊക്കെ കൊടുക്കാം. വെള്ളം ഉണ്ടാവോ? കാടി ആ കഞ്ഞുള്ളുണ്ട്. കഞ്ഞോളല്ലേ? ആ കഞ്ഞോളം കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഇവിടെ നിർത്താൻ പോവാണോ ഇനി? ആ ഇതിന്റെ ഉടമസ്ഥൻ വന്നാലേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ നാളെ ഏട്ട ഓഫീസിൽ പോകുമ്പോ ഇതിനെ കൊണ്ട് പോവാ അങ്ങോട്ട്. എടി ഇത് ഓഫീസിൽ വേണമെങ്കിൽ അവിടെ കെട്ടായിരുന്നു, പക്ഷെ അവിടെ സ്ഥലം ഇല്ലെന്ന്. പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ വല്ല പട്ടിയോ നായ വന്ന് കടിച്ച് എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അഴിച്ചോണ്ട് പോവും. അല്ല എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കാ, ആ ഓഫീസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏട്ടന്റെ തലയിലാണല്ലോ. ആ ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരെങ്കിലും വേണ്ട അവിടെ? പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്. കഴിക്കേ അതടിച്ചേ. ഏട്ട ഇതിന്റെ ഉടമസ്ഥൻ വന്നില്ലെങ്കിലോ? ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ ഇതിന് ലേലം ചെയ്യും ഞങ്ങള്. ലേലം ചെയ്യണ്ട, നമുക്ക് ഇവിടെ വേണമെങ്കിൽ നിർത്താം. ആ പിന്നെ ആലോചിക്കാം. അപ്പൊ ഇവിടെയാണോ കെട്ടണേ ഇതിനെ? ഇവിടെ അല്ല, നമുക്ക് രാത്രി അങ്ങോട്ട് കെട്ടേണ്ടി വരും. എവിടെ? അതിനുള്ളിൽ കെട്ടണം. ഏട്ടന്റെ കൂടെ കിടത്തിക്ക് വന്നാ? അല്ലാതെ പുറത്ത് കെട്ടിക്കൂടാന്ന് ആരെല്ലാം അഴിച്ചോണ്ട് പോയാല്? പിന്നെ അകത്ത് കിട്ടേ? ആ രാത്രി അതിൻ്റെ ഉള്ളിൽ കിടന്നോട്ടെ. ചാക്ക് എന്തായാലും കിട്ടുമോ? ചാക്ക് ഉണ്ടാവും. ആ ചാക്ക് നിലത്താണ് വിരിച്ചിട്ട് അവിടെ കിടന്നോട്ട്. ആ ഒരു നാറ്റുണ്ടാവുന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ലാന്നൊക്കെ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂത്രമൊക്കെ കഴിക്കും. പക്ഷെ പാവോട്ടോ ഏട്ടാ, അതിന് വിശക്കുണ്ട്. എന്താന്ന്? ആട് 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 കൊള്ളാലോ. ഐ. ഇത് എവിടെ നിന്നറിയാ? ആ അതിനൊരെണ്ണം വാങ്ങിച്ചു. ആദ്യം വാങ്ങിയോ? ആ നിനക്ക് എന്തെങ്കിലും ഒരു പണി ആവട്ടെ എന്ന് വിചാരിച്ചേ. എനിക്കെന്ത് പണി? അല്ല എപ്പോഴെങ്കിലും ഇതേപോലെ ആളിന് ഇലയൊക്കെ വെട്ടി കൊടുക്കുക, പുറത്തുകൂടെ കൊണ്ടുപോവുക. ഇവിടെ എന്റെ ആണികളെ നോക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. അണികളെ കറന്ന പാല് കിട്ടില്ലല്ലോ, ആടിനെ കറന്ന പാല് കിട്ടും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ് എടുത്തോണ്ട് വന്നോ. എന്തിന്? ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാനാ? ആ അതെ കറന്ന പാല് കിട്ടുന്നു. ഓ ഏട്ടാ അവിടെ അതിനൊക്കെ സമയവും കാലവും ഉണ്ട്. തോന്നുമ്പോ അങ്ങനെ കറക്കാനൊന്നും പറ്റും. നീ ഇത് എന്തിനും ആ പിടിച്ചു കൊടുക്കാറ്. പിടിച്ചു കൊടുക്ക്. ഞാൻ കൊടുത്ത ചിലപ്പോ തിന്നില്ലെങ്കിലോ? പിടിക്ക് അങ്ങോട്ട്, അതിന് വിശന്നിട്ട് വയ്യ. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റം. സംഗതി കൊള്ളാളിയാ. എന്താ ഈ വില എത്ര ഇത്? വിലയുടെ കാര്യമൊന്നും പറയണ്ട. പൈസ കൊടുത്തില്ലേ? ആ പിന്നെ പൈസ കൊടുത്തില്ലേ? 10-18,000 റുപ്യ കളിയാ. എത്ര? 18,000. 18,000 അളിയനെ പറ്റിച്ചു കേട്ടാ. ഇത് നാടനല്ലേ ഇത്? ഇതൊരു 12 രൂപ. ഏയ് 18. നീ ഇത് നീ ഇതല്ലേ തന്നെ ഇതല്ലേ? ഏല തീരാറായി ക്ലീറ്റ ചേട്ടാ, കുറച്ചുകൂടി കൊണ്ടുവരുമോ? ഈ പാതിരാത്രിയോ? ഏല നമുക്ക് വെട്ടാം. നീ ആ കത്തിങ് എടുത്തോ. ഞാൻ കുറച്ച് പ്ലാല് അല്ലെങ്കിൽ ക്ലീറ്റ പോയിട്ടല്ലേ. എവിടെ? അതൊന്നും വേണ്ട, അത്ര സ്നേഹമൊന്നും വേണ്ടളിയാ. ഇത്തിരി അല്ല പറിച്ചോണ്ട് വാ ക്ലീറ്റ ചേട്ടാ. ആ തക്കിളി മോള് ഉറക്കമായില്ലേ, അവളെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. തങ്ക എന്തി? അവള് കിടന്നു. കിടന്നു. അപ്പൊ സമയം ഒരുപാടായോ? ആ പിന്നല്ല ഏട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ആടിനെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആട് വേറെ ആളുടെ ആടല്ലേ? അല്ല ഇപ്പൊ നമ്മുടെ ആടല്ലേ? എങ്ങനെ ഇപ്പൊ നമ്മുടെ ആടാണ്? ഇപ്പൊ നമ്മുടെ അടുത്തല്ലേ നിക്കണേ? എടി അതിന്റെ ഉടമസ്ഥൻ വരുമ്പോ കൊടുക്കണം. ആ ഉടമസ്ഥൻ വരുമ്പോ നമുക്ക് പൈസ കൊടുക്കാം, എന്നിട്ട് നമുക്ക് അതിനെടുക്കാം. നമ്മക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ആടിനെ മേടിച്ചാ പോരെ? ഇല്ല ഏട്ടാ, ഈ ആടിന് എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹാ. ഇന്നലെ രാത്രി നമ്മള് വെള്ളമൊക്കെ കൊടുത്തില്ലേ? ഇന്ന് രാവിലെ ഏട്ടൻ എണീക്കണേന് മുമ്പേ ഞാൻ വെള്ളവും മേലൊക്കെ കൊടുത്തു. ഇപ്പൊ ആ ആട് എന്നെ കാണുമ്പോ ജമന്തിന്ന് വിളിക്കുന്നുണ്ട്. ആണേ ചിരിച്ചേ? എന്തേ? ചിരിക്ക്. എന്തിനാ ചിരിക്കുന്നു? ആ എന്താ എന്താ ഈ ചിരി കേട്ടിട്ടാണ് ആടടങ്ങിയത്. ഒന്ന് പോയേട്ടാ. ആ കുഴപ്പം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അതിനെ തലക്കൊന്ന് വരും. എന്നാ ഏട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? ഈ ആടിനെ കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ തന്നെയെന്ന് അറിയാമോ? എനിക്ക് സങ്കടാ. എന്താണ്? പണ്ടില്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞാടുണ്ടായിരുന്നേ, ഒരു വെളുത്ത ആട്. എന്നോട് ഭയങ്കര ഇഷ്ടാ. ഞാൻ തന്നെ വെള്ളം കൊടുക്കണം, ഞാൻ തന്നെ ഇല കൊടുക്കണം, അങ്ങനെ എന്റെ കൂടെ എപ്പോഴും. ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ കൂടെ വന്ന് എന്നെ റോട്ടിൽ കൊണ്ടാക്കും. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കാൻ വരും. അങ്ങനെ ആയിരുന്നേ. ഒരു ദിവസം എന്റെ അമ്മയ്ക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലാന്നും പറഞ്ഞ് എന്റെ കുഞ്ഞാടിനെ വിറ്റു. അത് ഞാൻ സ്കൂളിൽ പോയി തക്കം നോക്കിയിട്ട്. തിരിച്ചു വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമായേട്ടാ. എന്നിട്ട് ഞാൻ കരഞ്ഞോണ്ട് അവിടെ മുഴുവനും ഓടി നടന്നു നോക്കി, കുഞ്ഞാടിനെ കണ്ടില്ല. അവസാനം ഈ കുഞ്ഞാടിനെ മേടിച്ച ആളില്ലേ, അയാള് എന്റെ കരച്ചില് കണ്ട് കുഞ്ഞാടിനെ തിരിച്ചു തന്നു. പിന്നെ കൊറേ നാള് കഴിഞ്ഞപ്പോ അത് അങ്ങ് മരിച്ചുപോയി. ഈ ആടിനെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ തന്നെ. മേരിക്കുണ്ട് ഒരു കുഞ്ഞാട്. ഇത് ഞാനും പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള പാടാ. ഇതല്ല. നോണ പറയാതിരുന്ന നീ. ഏട്ടാ കൊടുക്കണ്ട ഏട്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ. ചക്കളിയായിരുന്നു. ഏട്ടാ പാവം ഏട്ടാ. നിന്നോട് ഞാൻ വേറെ ആടിനെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ?
ഹലോ ആ ഫാസിലേ, എടാ ഈ ആടിനെ കൊണ്ടുപോകണമെങ്കിൽ ഓട്ടോറിക്ഷ എന്തെങ്കിലും വേണട്ടാ. വേണ്ട. ഡേ അല്ലാതെ ഇതിനെ പിടിച്ചോണ്ട് വരാൻ പറ്റില്ല, ഭയങ്കര ശക്തി അതിന്. അത് വരൂല. ആ നീ വരുമ്പോഴേ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോര്. ആ വലിയ ഓട്ടോറിക്ഷ വിളിച്ചോ, അതാ നല്ലത്. ആ അല്ല ക്ലീറ്റോ നില പറഞ്ഞ ആടിനാണ് ഇന്ന് ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകണോണ്ടേ. ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകണോണ്ടവൻ എവിടെ കൊണ്ടുപോയി? ആ എവിടെയാ കൊണ്ടുപോയെന്ന് എനിക്കറിയാം. ആ അവളവിടെ ഇരുന്ന് കരയുന്നുണ്ടല്ലോ. സംഗതി എനിക്ക് ഇന്നലെ തോന്നി അതിന്റെ നിപ്പ് കണ്ടിട്ട്. അതെന്തോ സൂക്കേടുള്ള ആടാ. ഇനി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയായിരിക്കും. ഡാഡി ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ വരൂല. എനിക്ക് ആടിനെ കാണാൻ പറ്റിയില്ല. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞാ? ഉറങ്ങാതിരുന്ന ആടിനെ കാണാതിരുന്നല്ലോ. ഇനിയിപ്പോ ആശുപത്രി കൊണ്ടുവരും, എന്നിട്ട് നിനക്ക് കാണാമല്ലോ. എനിക്കൊരു ആടിനെ വാങ്ങിച്ചു താ. ചുമ്മാ വെച്ചേ, ആടിനെ വാങ്ങിച്ചാ. ഈ ആടിനൊക്കെ പറഞ്ഞാണ്ടല്ലോ, അങ്ങനെ നമുക്കൊന്നും നോക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അതിനെ നോക്കണേ, അതിൻ്റെതായ ജോലിയുണ്ട്. ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ പള്ളിക്കൂടത്തിലെ പഠിത്തമൊക്കെ മതിയാക്കി. ഇല്ല, രാവിലെ വൈകുന്നേരം നോക്കാം. അപ്പൊ ഉച്ചയ്ക്ക് ആര് നോക്കും? ആ നന്നായി, അമ്മ നോക്കി. ഇങ്ങനെ എല്ലാ കാര്യത്തിനും മുടക്ക് പറയാനല്ലാതെ ക്ലീറ്റോന് വല്ലതും അറിയോ ക്ലീറ്റോ? എത്ര നാളുകൊണ്ട് ഞാൻ പറയണതാ ക്ലീറ്റോ ഒരു ആടിനെ മേടിക്കുക, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടീനെ മേടിക്കുക, നമുക്ക് വളർത്താം, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവില്ല അതിനെ കൊണ്ട്. ഓ എടി, അപ്പൊ പുച്ഛിച്ചങ്ങ് തള്ളി. ഒരു സാമാന്യ ബുദ്ധി വെച്ച് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്. ഇപ്പൊ തന്നെ അവൻ ഇല്ലാത്ത കാശ് കൊടുത്ത ആ സാധനത്തിനെ മേടിച്ചോണ്ട് വന്ന് അത് നിന്ന് ഇപ്പൊ എങ്ങാനും തട്ടിപ്പോയ ആ കാശ് പോയി. അതേസമയം നീ ഒരു തയ്യൽ മെഷീനും കൂടെ വേണമെന്ന് പറ, അന്തസ്സായിട്ട് ക്ലീറ്റ മേടിച്ചു തരും. അത് കംപ്ലൈന്റ് വന്നാൽ നമുക്ക് നന്നാക്കാം. ഇത് പോയി, കൈവിട്ട കളിയാണ്, നമുക്ക് ഉണ്ടാകുന്നു. ഒരു ഉപകാരം ഇല്ലാത്തൊരു മുതലെല്ലാം ഞാൻ തീറ്റിപ്പോറ്റുണ്ടല്ലോ. അപ്പൊ അതോ അതിനേലും ഗുണമുണ്ടാവും എന്തായാലും ആടിനെ കൊണ്ട്. ഇപ്പൊ വാങ്ങിക്കുക തക്കളി നീ. അതിനെങ്ങനെ ഇവിടെ കൊണ്ട് കെട്ടി ഇനി വല്ലവന്റെ പറമ്പിൽ പോയി എന്തെങ്കിലും തിന്നിട്ട് പിന്നെ ഇനി അവൻ ഇവിടെ വന്ന് ചീത്ത വിളിക്കണം. പിന്നെ ഇത്തിരി പുല്ല് തിന്നതിന് ചീത്ത വിളിക്കല്ലേ. ആ മാത്രമല്ല അതിന്റെ കീട്ടമൂത്രമൊക്കെ ആര് കോരും? അത് ഞാൻ നീ പിന്നെ എന്നിട്ട് വേണം ഇനി ഈച്ചയായി കൊതുകായി ആകെ ചളി വിളിയാവും ഇവിടെ. ഇതൊരു കഷ്ടമാണ്. ഞാനും തള്ളേ മോളും കൂടെ അങ്ങ് തുടങ്ങിക്കോളൂ. മനുഷ്യനെ ഒരു സമാധാനം തരൂല. ആ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെട്ട നല്ല അത് പിന്നെ എനിക്കൊരു സന്തോഷം ആത്മസംതൃപ്തിയുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്കൊന്നും കുടുംബമായിട്ട് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ എന്തെങ്കിലും ചെയ്താലും നിനക്കൊന്നും ഒന്നും ചെയ്തതാവും. കാല് കഴുകി വെള്ളം കുടിക്കും നിങ്ങള്. അങ്ങനെയെങ്കിലും ബുദ്ധി വരട്ടെ. നേരെ ഇരിക്കും അവിടെ. അല്ല പ്രസിഡന്റ്, ഞാൻ അടുത്ത മാസം ഒരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ട്രെയിൻ തടയില. ഇവിടെ അല്ല എറണാകുളത്ത് മെട്രോ. മേളിൽ കൂടെ പോകണതാണല്ലേ? എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. ശരി പ്രസിഡന്റ്. എവിടെ രാവിലെ? ഒന്നും പറയണ്ട അളിയാ, ഞാൻ ഇവന്റെ ഒരു കേസുമായിട്ടാണ് നിന്നെ കാണാൻ വന്നത്. എന്തോ രാവിലെ ഇതൊക്കെ അടിച്ചിട്ട് ഇറങ്ങണ ടീമുകളാ. എടേ ഇത് നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ചെക്കനാ, സെൽവൻ, തമിഴനാ. ഇവന്റെ ആടിനെ നിന്റെ അളിയ അഴിച്ചോണ്ട് പോയി. എന്റെ അളിയൻ? ഓ നിന്റെ അളിയൻ. എന്റെ അളിയൻ എവന്റെ ആടിനെ അടിച്ചോണ്ട് പോണേ? ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഇത് സംഭവം എന്തോന്നറിയോ, ഇവന് വെള്ളം അടിച്ച് പിറ്റാവുമ്പം ഇവൻ ആടിനെ കൊണ്ടുവന്ന് മറ്റേ ട്രാൻസ്ഫോമറിലേക്ക് ആ കുറ്റിയിൽ കൊണ്ട് കെട്ടിയിടും. ഇത് ഇവന്റെ ഒരു സ്ഥിരം പരിപാടി. ഇത് പറഞ്ഞു മടുത്ത് വെള്ളം ഇറങ്ങുമ്പോൾ ഇവ ആടിനെ തിരക്കും. ഇതിപ്പോ KSB-കാർ വന്ന് ആടിനെ അഴിച്ചോണ്ട് പോയി. നിന്റെ അളിയനാണ് ആടിനെ കൊണ്ടുപോയത്. നീ അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ എന്റെ അളിയൻ കൊണ്ടുവന്ന ആട് അതാണ്. ആട് നിന്റെ വീട്ടിലുണ്ടാ? ഇല്ല ആടിനെ ഞാൻ കണ്ടേ തരാന്ന് പറഞ്ഞില്ലേ? ഉണ്ടായില്ല അവിടെ കേട്ടാ. ആലിയ എന്തെങ്കിലും ഒന്ന് ചെയ്തു കളയാ. വലിയ തൊല്ല കേസ്. രാവിലെ തൊട്ട് വീട്ടിൽ വന്നിരുന്ന ആലെന്ന് പറഞ്ഞ ആലക്കാണ്. അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഇതെന്റെ അളിയനെയൊന്നും കണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോസ്റ്റിക്കാരൻ അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ മേളിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ AIയെ കണ്ടെന്ന് പറയാം. എടുത്ത് നീ പറഞ്ഞാൽ തരൂടെ, ആടിനെ കിട്ടൂടെ? അത് നടക്കുന്നുള്ളതുകൊണ്ടല്ലേ നീ എന്നെ കാണാൻ വന്നത്? കണ്ടല്ലോ. പിന്നെ അതിലൊരു പ്രതീക്ഷ വെക്ക്. ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ അളിയന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാനത് ശരിയാക്കി തരാം. അളിയ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞില്ലേ? ചുമ്മാ മിണ്ടായിരാ. അതെ, ഇനി മേലാൽ ഇതുമാതിരിയുള്ള വൃത്തിയായിട്ട കൊട്ടേഷനുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടാ. എവിടുന്ന് കിട്ടുന്നുണ്ടേ നിനക്ക് ഇതിനെയൊക്കെ? കനക ആടിന്റെ ഓണർ ഇന്ന് വരുമോ? ഓരോരുത്തർ വരുമ്പോൾ ഇത് ആടിന്റെ ഓണറാവെന്ന് വിചാരിച്ചിരിക്കുക. ആരെങ്കിലും വരും.
ഈ ആടിന്റെ മുഷ്ക് മണമാണ് എൻ്റെ വീട്ടിൽ മുഴുവൻ. ഇവിടെ വരുമ്പോൾ ഇത്തിരി സമാധാനം കിട്ടിയേച്ചാ. ഇപ്പൊ ഇവിടെ ആ മണമായി. ഇന്നൊന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു കൊണ്ടാറിന്. മറ്റേ ഒപ്പിടിക്കാൻ പറ്റുന്ന എന്തേ? ഇല്ലേ എന്തേ? ഇല്ല, എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ടില്ല. എനിക്കൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു. ഇല്ല, അപ്പൊ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇന്ന്. നിങ്ങളൊരു കാര്യം ഞാൻ തരാം, പഞ്ചായത്തിലെ സെക്രട്ടറി എടുത്തോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ചോ. എനിക്ക് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ അല്ല, തന്നെ ചെയ്യണമെന്നില്ല സുഹൃത്ത്. ഇത് ആരെങ്കിലും ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് ഏത് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ചെയ്താലും മതി. നിങ്ങളുടെ ആവശ്യം നടക്കും. പഞ്ചായത്ത് പോയാൽ ശരിയാവും? പിന്നെ ശരിയാവും. പിന്നെന്ത്? അല്ല, എന്തിനാണ് ഇത് അറ്റസ്റ്റ് ചെയ്തത്? എനിക്കൊരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി. അത് ശരി. അപ്പൊ ഇട്ടാൽ തനിക്ക് ഈ അടുത്ത കാലത്തൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. വരാറില്ലേ ഇവിടെ? വരും, പക്ഷെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അതാണ്. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇല്ലായിരുന്നു. അറ്റസ്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കല്ലേ. ഈ പുള്ളിക്ക് വേറെ പണിയുണ്ട്. ഇന്ന് ഒരു ആടിന്റെ പ്രോബ്ലം ഉണ്ട് പുള്ളിക്ക്. അതാണ് ആട്ടിന്റെ പ്രോബ്ലം. ശരി ശരിയാണ്. ഞാൻ ഡോക്ടർ. അതെന്തോ കിളിപ്പോയ കേസാന്ന് എനിക്ക് തോന്നിട്ടാ. നാളെ വേറെ എവിടെയൊക്കെ പോയിട്ട് പുള്ളി ടെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നടക്കണ്ടായിരുന്നു. ആണാ? അത് ശരി. നീ ഇല്ലാത്തപ്പോഴും 2-3 വട്ടം വന്ന്. അതെയാ? ഇയാളുടെ ഗൗരവം കണ്ടപ്പോ ഞാൻ ഓർത്ത് ശരിക്കും മരുന്നായിരുന്നു. കിളി പോയതാണ്. എനിക്കറിയാൻ വയ്യ, എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്ന. അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ ചിൻ കെട്ടോണ്ട് പോയി. എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ ചിൻ കെട്ടോണ്ട് പോയി. നമസ്കാരം സാർ. സാർ വരണം, ഇരിക്കണം സാർ. എന്നെ മനസ്സിലായി കാണുമോ? പിന്നെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തനല്ലേ, അറിയാതിരിക്കുമോ? നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പേര് ക്ലീറ്റസ് എന്നാ. സാർ പറയൂ സാർ, എന്താ സാർ ഇന്ന് പ്രത്യേകിച്ച്? ഇല്ല, എനിക്കൊരു സംശയം. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാണോ അതോ മൃഗാശുപത്രി ആണോ എന്ന്? എന്നെ കണ്ടിട്ട് ഒരു മൃഗ ഡോക്ടറുടെ ലുക്ക് ഉണ്ടോ? സാറിനെ കണ്ട അങ്ങനെയൊന്നും തോന്നൂല. പക്ഷെ ഈ ഓഫീസിന്റെ പരിസരം കണ്ട അങ്ങനെ തോന്നും. ഓ, അതോ? അത് ഈ പഴകിയ സാധനങ്ങളും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളും വേർതിരിച്ചോണ്ടിരിക്കുക അവിടെ. ഓഫീസിന് സ്ഥലപരിമിതി ഉള്ളത് സാറിനും അറിയാമല്ലോ. അതാണ് അവിടെ അങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നത്. എന്റെ സാറേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ജീവിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടല്ലോ, ആട്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് അതിനെ ഇവിടെ കൊണ്ട് കെട്ടിക്കണേ? അത് കെട്ടിയിട്ടിരിക്കല്ലേ, അത് അഴിച്ചുവിട്ടല്ലേ. ഞാനുണ്ടല്ലോ പൊതുപ്രവർത്തകനാ. എവിടെ കൊള്ളരുതായി കണ്ടാലും ഞാൻ പ്രതികരിക്കും. ഈ ആടിനെ കെട്ടിയിട്ടത് എങ്ങനെയാണ് സാർ കൊള്ളരുതായി ആകുന്നത്? സാറേ, ഈ ആട് വേറൊരു ഉടമസ്ഥന്റെ ആടല്ലേ. അതിനെ പട്ടാപ്പകല് അയാൾ അറിയാതെ അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുക. അതിന്റെ പേര് മോഷണം എന്നാ. ഞങ്ങളൊരു പരാതി പോലീസിൽ കൊടുത്താണ്ടല്ലോ, മേലധികാരി എന്ന നിലയിൽ സാർ ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ ലൈൻമാൻമാരെല്ലാം കൊടുക്കും. പിന്നെ ഇവിടുത്തെ ലൈൻമാൻമാരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. എല്ലാവരും വിളകളിൽ കറങ്ങി നടന്ന് പലതും മോഷ്ടിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പൊ ഈ ആടിന്റെ ഉടമസ്ഥൻ സാറാണല്ലേ? ഞാനാണെന്ന് വെച്ചോ സാറ്. അല്ല, അപ്പൊ ഉറപ്പില്ല? എന്നാ ഉറപ്പിച്ചോ സാറേ, ഞാൻ തന്നെയാണ് അതിന്റെ ഉടമസ്ഥൻ. അത് പറ. അപ്പൊ ഉടമസ്ഥനെ കാണാതിരിക്കല്ലേ, ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. സാറേ, ആരാണ് ഇവിടെ കൊണ്ടുവന്നതിനെ കെട്ടിയാലും അവനെതിരെ നിയമ നടപടി കൈക്കൊള്ളണം. തീർച്ചയായിട്ടും നിയമ നടപടികൾ കൈക്കൊള്ളും. ഫാസിലേ, ആടിനെ ഇവിടെ കൊണ്ട് കെട്ടി ആരായിരുന്നു? അയ്യോ, ആടിനെ ആണല്ലോ സാറേ. അത് കനകന ഉണ്ടെന്ന് കെട്ടിയത്. കനകന അവിടെ പോയി? കനകന അവിടെ ഇരിപ്പുണ്ട്. കനകനെ വിളിക്കും. പറയുന്നുണ്ടെന്ന് വേറെ തോന്നുന്നു. ഇവനെന്തല്ലോ, ഇവൻ പെരും കള്ളൻ. ഇവനെ പറ്റി ഭയങ്കര മോശമായ അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ. ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് എനിക്കറിയാമല്ലോ. എന്റെ ഓഫീസിലുള്ളവരെ കുറിച്ച് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. അത് സാർ ഇടപെടണ്ട ആ കാര്യത്തിലേക്ക്. നമുക്കിപ്പോ ആടിന്റെ വിഷയം കൈകാര്യം ചെയ്യാം. കനക, നിന്നോട് സാറ് എല്ലാം പറഞ്ഞു. ആ ക്ലീറ്റസ് ഒന്നും എന്ത് ഇളക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ സാറേ? കനക, ആ ആടിന്റെ ഉടമസ്ഥൻ ഈ സാറാണ്. അയ്യോ, സാറിന്റെ ആണോ ആട്? എന്താ സാറിന് ആട് പാടില്ലേ? അല്ല, പാടും. പിന്നെന്താണ്? എന്തിനാണ് സാറേ ആ ട്രാൻസ്ഫോമറിന്റെ അവിടേക്ക് ആടിനെ കൊണ്ടുപോയി കെട്ടുന്നത്? സാറേ, ഞാൻ അന്വേഷിച്ചപ്പോ എന്താ അറിഞ്ഞതെന്നറിയോ? ഈ ഉടമസ്ഥ സാറ് കള്ള് കുടിച്ചിട്ട് ഫിറ്റ് ആയിട്ട് വരുമ്പോഴാണ് ഈ ആടിനെ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് അത്രേ. പിന്നെ കെട്ടിറങ്ങി പോകുമ്പോഴാണ് പിന്നെ ഈ ആടിനെ കെട്ടഴിച്ചിട്ട് പോകുന്ന പറഞ്ഞത്. ഇത് ഇയാളുടെ സ്ഥിരം പതിവാണ്. എന്താ സാറേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? കള്ളു കുടിച്ച് കഴിയുമ്പോഴാണോ ഈ ട്രാൻസ്ഫോമർ? എന്റെ സാറേ, ഞാൻ കള്ളു കുടിച്ചില്ല, ആടിനെ കെട്ടിയിട്ടുമില്ല. സാറാണ് എന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു? അല്ല, ഉടമസ്ഥൻ ഞാൻ തന്നെ. പക്ഷെ ഇതൊക്കെ എന്നോട് ശത്രുതയുള്ള ആരോ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അന്വേഷണത്തിന് ആളുകൾ പറഞ്ഞത്. അങ്ങനെയാണ്. നിങ്ങളുടെ ആൾക്കാർ പലതും പറഞ്ഞു തരും. എന്തിനാണ് സാർ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ഈ ആടിനൊക്കെ അവിടെ കൊണ്ടുവന്ന് കെട്ടണത്? നിങ്ങൾ എങ്ങാനും ആട് കയറ് കുരുങ്ങി ചാവുകയോ അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് ചാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പിന്നെ അതെ, ഇയാൾക്ക് ആടിനോടും ബോർഡിനോടും ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആടിനെ അഴിച്ച ഉടനെ തന്നെ ഉടമസ്ഥനെ കണ്ടെത്തി ഏൽപ്പിക്കാത്ത എന്ത്?
ഇതിപ്പോ സാറേ വല്ലവന്റെ മുതൽ അറിയാതെ മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിക്കുകയാണ്. മോഷണമാണ് സാറ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ. നിയമ നടപടി സ്വീകരിക്കും. ആ 8 മാസമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സാറേ 8 മാസം? അത് 1 വർഷമാക്കി കൊടുക്കാൻ പറ്റുമോ? അത് പോട്ടെ, ആ വലിയൊരു തുക പിഴ അടയ്ക്കേണ്ടി വരും. എത്ര അടയ്ക്കേണ്ടി വരും? 25,000 രൂപയെങ്കിലും അടയ്ക്കും. അതെ, ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണം. അഴിച്ചുകൊണ്ട് വരുമ്പോൾ അതൊക്കെ നിസ്സാര പണിയാ. ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുരുക്കൊണ്ടൊന്നും കൂടെ ആലോചിക്കണം. 2013 ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് 8 മാസം വരെ തടവും 25,000 രൂപ വരെ പിഴയും കൊടുക്കേണ്ടി വരും. എന്തിനാണെന്നറിയാമോ? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വസ്തുവകകൾ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുകയോ വൈദ്യുതി അപകടം ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്താൽ. സാറ് പറഞ്ഞു വരുന്നത് ആരാണോ ആടിനെ അവിടെ കണ്ട് കെട്ടിയത്, അതായത് ആടിന്റെ ഉടമസ്ഥൻ പിഴ അടയ്ക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അല്ല, അത് ഉടമസ്ഥൻ പിഴ അടച്ചാൽ മതിയല്ലോ. മതി. അപ്പൊ അത് ഞാനല്ല കേട്ടോ സാറേ ഉടമസ്ഥൻ. നേരത്തെ പറഞ്ഞത്. നിങ്ങളെന്താ കള്ളം പറയാണ്? സാറേ സത്യം പറയാലോ, ഇത് വേറൊരാളിന്റെ ആടാണ്. അയാൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോണ വഴിക്കൊന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അല്ലാതെ ഞാനല്ല ഉടമസ്ഥൻ. സാറേ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. അളിയാ സാറേ ഒരളിയനും ഇല്ല. എന്താ അളിയ? ഇയാൾ 1 മാസമായിട്ട് ആടിനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് ഇയാൾ ആടിനെ വാങ്ങിച്ചത്. അളിയാ ചുമ്മാ കള്ളം പറയല്ലോ അളിയാ. എന്ത് കള്ളം പറയുന്നത്? അത് ഞാൻ 1 വർഷം മുമ്പല്ലേ പറഞ്ഞത് ആടിനെ വാങ്ങണമെന്ന്. ഇന്നലെ കൂടെ ആടിനെ മുണ്ണാക്കും പ്ലാവിനെ കൊടുക്കുന്നതിന്റെ സെൽഫി എടുത്തത് ഈ മൊബൈലിനകത്തില്ലേ? ഉണ്ട് സാറേ. സാറേ അളിയാ ഇത് എന്റെ ആടല്ല അളിയാ. ഇതിൽ അളിയന് കുടിയാലൊന്നും ഇല്ല. അളിയാ ഒന്ന് പറയളിയാ. അപ്പൊ കൂടുതൽ സംസാരിക്കണ്ട. സാർ അഡ്രസ് ഒന്ന് പറയൂ. സാറേ എന്തിനാണ് സാറേ അഡ്രസ് ഒക്കെ? ഇതൊന്നും അഡ്രസ് ഞാൻ പറഞ്ഞുതരാം സാറേ, എനിക്കറിയാം അഡ്രസ്. അപ്പൊ പിഴ കൊടുക്കുന്നോ അതോ ഞങ്ങൾ പോലീസിനെ വിളിക്കണോ? പോലീസിനെ ഒന്നും വിളിക്കണ്ട. പോലീസിനെ വിളിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ പിഴയും അടച്ചിട്ട് ആടിനെ കൊണ്ടങ്ങ് പോക്കോ. അതെ അതെ. അളിയാ ഒരു 5,000 രൂപ തന്ന സാറിന് കൊടുത്ത് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് സോൾവ് ആക്കി കൂടെ? കൈക്കൂലി കൊടുക്കാനാ സാറിനാ? അതെ, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി കാണിച്ച് പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് വേറെ വരും. ക്രിമിനൽ കുറ്റാണ്. ഈ ജയിലിൽ കിടക്കേണ്ടി വരും. ജാമ്യം പോലും കിട്ടൂല. അപ്പൊ ഒന്നുമില്ല, ആ ഫൈൻ അടച്ചിട്ട് ആടിനെ കൊണ്ട് വെക്കും. അതെ അതാണ് ന്യായം. സാറേ പറ്റിപ്പോയി, ക്ഷമിക്കണം. Alien versus Alien.